വല്ലാതെ കട്ട് ചെയ്യുന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കിങ്ങനെ കടിച്ച് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റും. വെറുതെ കഴിക്കാൻ പറ്റുന്ന ബേസിക്കലി ഞാൻ ഫുഡിയാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കും ഞാൻ. ഓക്കെ. എനിക്ക് അതുകൊണ്ട് നമ്മൾ നാടൻ പുട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്കത് പുട്ട് കുറച്ച് കട്ടിയിലിരുന്ന് പപ്പടം പപ്പടം പൊടിച്ച് നമ്മൾ അടിക്കണം. നമ്മൾ അടിച്ചിട്ട് അതങ്ങോട്ട് പൊടിക്കണം. ആ പപ്പടം പൊടിഞ്ഞിട്ട് ആണ് പുട്ട് പൊടിയാൻ പാടുള്ളൂ. ഓക്കെ, അതാണ്. മറ്റു തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോയാൽ പുട്ട് പോയില്ലേ, പുട്ടവിടെ കാണണം നമുക്ക്. ഓക്കെ, അതാണ് നമ്മുടെ ഇത്. സ്പൈസിലേക്ക് വരുന്നതിന് മുന്നേ മനോജ് ചേട്ടൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് മനോജ് ചേട്ടൻ തന്നെ പറഞ്ഞോളൂ. സംഭവ ബഹുലമാണോ എന്ന് ചോദിച്ചാൽ സംഭവ ബഹുലമായൊരു ജീവിതമാണ്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെ നടുവട്ടം ത്തുള്ള നമ്മുടെ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലാണ് ചേർന്നത്. 8, 9, 10 പൊറനാട്ടുകര, തൃശ്ശൂർ ജില്ലയിലെ പൊറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലായിരുന്നു. അത് ശരിക്കും പറഞ്ഞിട്ട് വെച്ചാൽ എൻ്റെ ലൈഫ് ഒന്ന് മൗൾഡ് ചെയ്തെടുത്തത് അവിടുത്തെ രീതികളാണ് എന്ന് പറയാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീനായിരുന്നു ഞങ്ങൾക്ക്. രാവിലെ ഒരു 5:30 എണീക്കണം. എണീച്ച് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഒരു റിലീജിയസ് രീതിയിലല്ല കേട്ടോ അവിടെ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ഡിസിപ്ലിൻ ആവണം, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, നമുക്ക് എങ്ങനെ നമ്മെ അവതരിപ്പിക്കാം, ഈയൊക്കെ രീതിയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു പഠന രീതികൾ. ഓക്കെ, ഒരു അക്കാഡമിക് പഠനത്തെക്കാൾ ഉപരി അതായിരുന്നു. അതാണ് ഞാൻ ഇത്ര അധികം പറയുന്നത്. ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഒരു സദ്യ വരെ ഞങ്ങൾക്ക് എടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരുന്നു, ചെറിയൊരു സദ്യ വരെ. കാരണം അവിടുത്തെ മെസ്സ് വരെ ഞങ്ങൾ കുട്ടികളാണ് കൺട്രോൾ ചെയ്തിരുന്നത്. വിളമ്പി കൊടുക്കുക, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്യുന്നത് ഞങ്ങളാണ്. നമ്മുടെ കിടക്ക എല്ലാം നമ്മൾ തന്നെ ശരിയാക്കിയെടുക്കുക, ആ രീതിയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു വന്നിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് ഇവിടെ ചേർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മറൈൻ എഞ്ചിനീയറിംഗിന് പോകുന്ന ആഗ്രഹമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം വളരെ ടഫായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. നമ്മുടെ എക്സാമിൻ്റെ ടൈമിൽ 3ാമത്തെ 4ാമത്തെ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് ഞാൻ ഡ്രോപ്പ് ഔട്ടായി അവിടുന്ന്. അത് ആ ഒരു സമയത്ത് എനിക്ക് സപ്പോർട്ടായി നിന്നത് എൻ്റെ പാരൻസാണ്. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുറത്തോട്ട് പോവാൻ തന്നെയായിരുന്നു. കാരണം വീട്ടിൽ മുഴുവൻ ഗൾഫുകാരായിരുന്നു. അപ്പോൾ നമുക്കും ഇങ്ങനെ ഗൾഫുകാരനാവുക എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അത് ഇത്ര നല്ലൊരു ലക്ഷ്യമായിരുന്നോ ചോദിച്ചാൽ അല്ലായിരുന്നു. പക്ഷെ അങ്ങനെയായിരുന്നു മനസ്സിൽ വന്ന് പെട്ടത്. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ പാഷൻ എന്താണെന്ന് അറിഞ്ഞ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ അച്ഛനാണ്. കാരണം എൻജിനീയറിങ്ങിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇനിയൊരു ബിടെക് എന്ന് എഴുതിയെടുക്കാൻ ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഡിപ്ലോമയ്ക്ക് ചേരാമെന്ന് കരുതിയിട്ട് ഇരുന്നപ്പോൾ എനിക്ക് 2 ചോയ്സാണ് വന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നിന്നു അവർ കൗൺസിലിങ്ങിൻ്റെ ടൈമിൽ. അപ്പോൾ അച്ഛൻ എന്നെ പിറകോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നോ, നീ ഇതിന് പോവുക എന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഗുരുവായൂർ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ട് എനിക്കറിയില്ല, ജ്യോതിയുടെ ടൈമിൽ ഒരു കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടോ, KSRTC ബസ്സുകളുടെ ടോയ്സ് ഉണ്ടാവും, ഫാസ്റ്റ് പാസഞ്ചർ എക്സ്പ്രസ്. എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഞാനത് മുഴുവൻ വീട്ടിൽ എപ്പോൾ പോകും നമ്മളത് വാങ്ങിയിട്ടാണ് വരിക. അങ്ങനെ വണ്ടി തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് ഫ്രണ്ടിൽ പോയിട്ടിരിക്കുക. എനിക്ക് ടാറ്റ ലേലൻ്റെ വണ്ടികൾ അന്നേ എനിക്ക് തിരിച്ചറിയായിരുന്നു. കുഞ്ഞിൽ തന്നെ സൗണ്ട് വരെ കേട്ടിട്ട് എനിക്കറിയായിരുന്നു ലേലൻ്റെയും ടാറ്റയുടെയും. അതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ചേർന്നു. എൻ്റെ പാഷൻ അതായത് പറഞ്ഞത് നമുക്ക് മക്കളുടെ പാഷൻ അനുസരിച്ചിട്ട് വിടണം. കാരണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കത്തി നിൽക്കുന്ന ടൈമാണ് അന്ന്. നമുക്ക് ഒരു IT മേഖല ഇങ്ങനെ പഠന രീതിയിൽ കേട്ടോ. പക്ഷെ ഞാൻ ഇതിന് പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് അത് എൻ്റെ ഒരു ഭയങ്കര അംബീഷനായിരുന്നു, എങ്ങനെയെങ്കിലും ടാറ്റയിൽ പോയിട്ട് ചേരണം എന്നുള്ളത്. അങ്ങനെ ഇത് കഴിഞ്ഞു. എനിക്ക് ക്യാമ്പസ് സെലക്ഷനിൽ എനിക്ക് ടാറ്റയിൽ കിട്ടി. ടാറ്റയിൽ മീൻസ് ഡയറക്റ്റ് ടാറ്റ സ്റ്റാഫ് ആയിട്ടല്ല, നമ്മൾ ഒരു വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ ട്രെയിനിങ് ഒരു WST എന്നാണ് പറയുക, ജാംഷഡ്പൂർ. നമ്മളങ്ങനെ ഞാൻ അവിടെ പോയിട്ട് നമ്മളെങ്ങനെയെന്ന് പറയാൻ കാരണം അവിടുന്ന് ഒരു ടീം എനിക്ക് കിട്ടി. എനിക്ക് മനസ്സിലെപ്പോഴും പറയുമ്പോൾ ആ ഒരു ടീമാണ് മനസ്സിൽ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ പല സ്ഥലത്തും ജോലി ചെയ്തു. അത് ഭാഗ്യവാൻ എന്ന് തന്നെ പറയാം. ശരിക്കും എൻജോയ് ചെയ്ത്
വന്നായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ ഗൾഫിൽ വന്നിട്ട് പിന്നെ ജാഗോറിൽ വർക്ക് ചെയ്തു. ഗൾഫിൽ എന്തായിരുന്നു? ഗൾഫിൽ തന്നെ നമ്മുടെ ഫീൽഡ് തന്നെയായിരുന്നു. ടെക്നിക്കലിൽ നിന്നും മാറി ഞാൻ പിന്നീട് മാനേജ്മെന്റ് സൈഡിലോട്ട് പോയി, കസ്റ്റമർ സർവീസ് പോയി. അവിടുന്ന് അതായത് ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും എൻ്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം ഒരു വിദ്യാലയമാണ്. ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഗൾഫിൽ ചെന്നപ്പോഴും ഞാനൊരു ട്രെയിനി ആണോ അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആണോ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എനിക്ക് അവിടുന്ന് കിട്ടിയ എൻ്റെ മാനേജേഴ്സിനെ മുഴുവൻ ഞാൻ എൻ്റെ മെൻറ്റേഴ്സായിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നല്ല സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരൊക്കെ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ പെരുമാറണം, എങ്ങനെ ഏത് രീതിയിലേക്ക് പോകണം എന്നുള്ളത്. പിന്നെ ടാറ്റയുടെ ഒരു വിഷൻ ചെറുതായിട്ട് ജാഗോറിൽ ഇങ്ങനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു, അവരത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്സ് എല്ലാം ആ ഒരു രീതിയിലായിരുന്നു. പ്രധാനമായിട്ട് ഞാൻ അവിടുന്ന് പഠിച്ച് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ബി എ പീപ്പിൾസ് പേഴ്സൺ. ആ ഒരു രീതിയിലാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, നെവർ ഗോ ബിഹൈൻഡ് എനി പ്രൊഡക്ട്സ് എന്നാണ് പറയാറ്. ഇത് പറഞ്ഞല്ലോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണിത്. ഒരു ബിസിനസ് എന്നുള്ളത് ആദ്യം മൈൻഡിലുണ്ടായിരുന്നു, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നോ അങ്ങനെ എന്തെങ്കിലും? നെവർ എവർ. കാരണം ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ഫാമിലി അല്ല. ബിസിനസ് എന്ന് കേട്ടാൽ എനിക്ക് പേടിയായിരുന്നു. കാരണം എൻ്റെ അനുഭവങ്ങളും എൻ്റെ പരിചയത്തിലുള്ളതും എനിക്ക് വിജയിച്ച ബിസിനസ്സുകാരെയൊക്കെ കൂടുതൽ എനിക്ക് പരിചയം ഇങ്ങനെ പരാജയപ്പെട്ട ബിസിനസ്സുകാരായിരുന്നു. ഓക്കെ, എൻ്റെ കണ്ണിന് മുന്നിൽ തന്നെ പരാജയപ്പെട്ട കുറച്ച് ബിസിനസ്സുകാരുണ്ടായിരുന്നു, ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇത് പൊള്ളുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ജോലി എടുക്കുക, ശമ്പളം മേടിക്കുക, കുറച്ച് രാജ്യങ്ങളൊക്കെ എനിക്ക് ഇറങ്ങി നടക്കുക, അങ്ങനെ സമാധാനപരമായിട്ട് 8 മണിക്ക് ശേഷം കടന്നുറങ്ങാം. സേഫ് സോൺ. ഓക്കെ, ഒരു സേഫ് സോണിൽ ഇരിക്കണം എന്നായിരുന്നു. നെവർ പറയാം, ഒരിക്കലും വിചാരിച്ചില്ല ബിസിനസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ റീസൺ? സാഹചര്യങ്ങൾ എന്ന് പറയാം. ഞാൻ അറിയാതെ വന്നു പോയതാണ്. അതായത് കോവിഡ് കാലത്ത് ജോബിന് കുറച്ച് പ്രശ്നങ്ങളായിട്ട് വന്ന് നിൽക്കുമായിരുന്നു. ബിസിനസ്സുകൾ കുറഞ്ഞപ്പോൾ കമ്പനി കുറച്ച് പേരെ മാറ്റി നിർത്താം, ചില ബ്രാഞ്ചുകൾ ക്ലോസ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാനും അതിൽ പെട്ടുപോയി. അങ്ങനെ ഞാൻ അവരെന്നെ ടെർമിനേറ്റ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് മീൻസ് അവർ ആളുകളെ കുറച്ചപ്പോൾ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ തന്നെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്. ഞാൻ വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു ദം. ഓക്കെ, ഞാൻ വർക്ക് ചെയ്ത കമ്പനി അൽത്തയർ മോട്ടോഴ്സ് എന്ന് പറയും, ജാഗോറിൻ്റെ ഡീലറായിരുന്നു. അപ്പോൾ അവർ എല്ലാ സ്റ്റാൻഡേർഡും ആ കമ്പനിയുടെ പോളിസി, അവരുടെ വാല്യൂസ് എന്താണ് എന്നുള്ളത് വരെ അവർ കാണിച്ചു തന്നു. നമ്മൾ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോഴും എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നിരുന്നു അവർ. അവിടുന്ന് പിന്നെ എനിക്ക് ഇനി ഒരു ഗൾഫിലൊരു ജോലി എടുത്ത് ജീവിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്തോ ഒരു മടുപ്പ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാനൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് നമ്മൾ വന്ന ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ആ ഒരു ലാസ്റ്റ് കമ്പനി അൽത്തയർ മോട്ടോഴ്സ് ആയിരുന്നു. അവർ ഒരു പ്രൊഫഷണൽ, ശരിക്കും ഒരു പ്രൊഫഷണലിസം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നതാണ്. എൻ്റെ വിദ്യാലയ കാലം തൊട്ടേ അങ്ങനെയാണ്. ഓക്കെ, ആ രീതിയിൽ വന്നതുകൊണ്ട് എനിക്ക് മറ്റുള്ള കമ്പനികളിൽ ചെല്ലുമ്പോൾ അവരൊന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ. അത് ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ഒരു നല്ലതല്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നുള്ള ഘട്ടം വരെ എത്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ വായനകളായിരുന്നു മെയിനായിട്ട്. ഒരു 3-4 മാസം ഗൾഫിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരുപാട് ബുക്സ് വായിച്ചു. അതിൽ ദ മാജിക് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഞാൻ വായിച്ചത്. ഗ്രേറ്റ്ഫുൾ, എങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കേണ്ട ജീവിതത്തിൽ എന്നുള്ളത്. ആ ബുക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഐ ഓപ്പണറായിരുന്നു ബുക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ. ഞാനിങ്ങനെ അറിയാതെ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ദേഷ്യമായിരിക്കും, നമ്മൾ കാണുന്നവരോട് എല്ലാവരോടും ദേഷ്യമായിരിക്കും. ഓക്കെ, നമ്മളൊരു ഓർഫൻ ആണോ എന്നൊക്കെ തോന്നിപ്പോവും ചില ടൈമിൽ, ആരുമില്ല കൂടെ എന്നൊക്കെ തോന്നിപ്പോയിരുന്നു. അപ്പോൾ പക്ഷെ അതാ പറഞ്ഞത്, ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ അമ്മ അടുത്ത് കിട്ടി. കാരണം അമ്മ കോവിഡിന് ഗൾഫിലോട്ട് വന്നിട്ട് അവിടെ സ്റ്റക്കായി പോയി. ഫാമിലി, മോൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, വൈഫും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ വൈ നോട്ട്, ഞാൻ ഗ്രേറ്റ്ഫുൾ, ഈ ഒരു കോവിഡിനോടാണ് ഞാൻ ആദ്യം നന്ദി കാണിക്കാൻ തുടങ്ങിയത്. കാരണം എൻ്റെ അമ്മ ഒരു 6 മാസത്തോളം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അത് എനിക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നു തുടങ്ങിയത് വായനകൾ. അവിടുന്ന് പിന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ റിലേഷനിൽ സന്തോഷ് എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത് ഒരു ദിവസമാണ്. ഓക്കെ, പക്ഷെ ഞങ്ങളുടെ നാള് വ്യത്യാസമുണ്ട്.
22 to 1974 ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത്. ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി എന്ന് പറയാം. ഭയങ്കര കൂൾ മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരാളെ അക്കമ്പനി ചെയ്യണം. നമ്മൾ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഇങ്ങോട്ട് വരികയാണ്, നാട്ടിലോട്ട് വരികയാണ്. ഞങ്ങൾ വരുന്നില്ല. ഓക്കെ, അപ്പോൾ കോവിഡിൻ്റെ ആ ടൈമിൽ ഇവിടെ വന്നിട്ട് ക്വാറന്റൈനിൽ ഇരിക്കണം. അപ്പോൾ സന്തോഷിൻ്റെ വീട്ടിലോട്ടാണ് അമ്മ പോകുന്നത്. അങ്ങനെ സന്തോഷിൻ്റെ വീട്ടിൽ പോയി നിന്നതിന് ശേഷം ഒരു 14 മാസത്തോളം 14-28 ദിവസം അമ്മ അവിടെ, അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നില്ല വീട്ടിൽ, അതായത് അമ്മയും മോനും. അപ്പോൾ അമ്മ പറയും, സന്തോഷിനെ നീ കണ്ടുപിടിക്കണം, എന്തൊരു കൂൾ മനുഷ്യനാണ്, എന്ത് രസമായിട്ടാണ് സന്തോഷ് സംസാരിക്കുന്നത്. സന്തോഷിൻ്റെ ഉള്ളിലാണ് ചില ബിസിനസ് മാത്രമേ ഉള്ളൂ, ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. സന്തോഷം കുറച്ച് കാലം മറ്റേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്തൊരു സ്പാർക്കായിരുന്നു. കാരണം എല്ലാവരും പറയും ബിസിനസ്സുകാർക്ക് ടെൻഷനാണ്, ഇതാണ് എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സന്തോഷിന് സാധിക്കുന്നു എന്ന് ഞാനിങ്ങനെ കരുതി. ഒന്നുമല്ല, അത് രക്തത്തിലുള്ളതായിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് ബിസിനസ് എന്നുള്ള ആ ഒരു ജസ്റ്റ് ഇങ്ങനെ പറയാം. നമുക്ക് ചിലപ്പോൾ അമ്മ തന്നെയായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഒരു സ്പാർക്ക് എനിക്ക് ഇട്ട് തന്നത്. ഇപ്പം നാട്ടിൽ വന്നാൽ ഇനി എന്താന്നൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയേണ്ടത് വെച്ചാൽ എന്നെക്കാട്ടിലും പകുതി പ്രായം കുറഞ്ഞവരാണ് എൻ്റെ ഫ്രണ്ട്സ്. മിനിമം ഒരു 15 വയസ്സ് എങ്കിലും കുറവുള്ളവരാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടൻ എന്തായാലും പോവല്ലേ, ചേട്ടൻ നാട്ടിലോട്ട് പോയിക്കോ, ചേട്ടൻ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും. അപ്പം ഞങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്കൊക്കെ എന്തെങ്കിലും ആവുമല്ലോ, ഇനി എന്ത് എന്നായി അടുത്ത ചിന്ത. അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ മില്ലുണ്ട് ഞങ്ങൾക്ക്. ഈ ഫ്ലോർ മില്ല് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലോർ മില്ലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പേരുണ്ട് നാട്ടിൽ. അത് ആദ്യം തൊട്ടേ ഉണ്ട്. അനിയനാണ് അത് നോക്കി നടത്തിയിരുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ഒരു അതെ, ഒരു ഫാമിലി ബിസിനസ്, ഒരു ക്യൂട്ട് ഫാമിലി ബിസിനസ്, ഒരു കുഞ്ഞു ബിസിനസ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലോ, ഫുഡ് പ്രൊഡക്ട്സ് അല്ലേ, നമുക്ക് പോവാം, നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു ന്യൂസ് കിട്ടുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം നല്ല രീതിയിൽ ലൈഫ്, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഒരു ക്യാൻസർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ഫുഡ് പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കാം, നല്ല രീതിയിൽ അതന്നെ ആവാം. അപ്പോൾ നമുക്ക് നല്ല ഫുഡ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ, എങ്ങനെ കൊടുത്തുകൂടാ എന്നായി. അപ്പം നമ്മളത് കുറേ റിസർച്ച് ചെയ്ത് നമുക്കൊരു കാര്യം മനസ്സിലായി, ആർക്കും നല്ല ഫുഡ് വേണ്ട. അതായത് നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് എന്നുള്ളൊരു ഫീൽഡിലോട്ടാണ് വന്നിരിക്കുന്നത്. അതിലും പല കള്ളത്തരങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം, അറിയില്ല. ഞാൻ ആ ഒരു പോയിന്റിലോട്ട് ഞാൻ വരുന്നില്ല. പക്ഷേ നമ്മളിപ്പം അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഗൾഫിൽ പോകുമ്പോഴും ഓർഗാനിക് ഫുഡ്സിൻ്റെ ഒരു സെക്ഷൻ കാണുമ്പോൾ, അതായത് പെസ്റ്റിസൈഡ്സ് ഫ്രീ, കെമിക്കൽ ഫ്രീ എന്നൊക്കെ കാണുമ്പോഴും നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് പ്രൈസിലോട്ടാണ് പോവുക. എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാനൊരു ക്യാബേജ് എടുത്തിട്ട് കൊണ്ടുവന്നു. ഗൾഫിൽ പോയി ദുബായിൽ എത്തിയ ടൈമിൽ ഞാൻ ആ ക്യാബേജ് എടുത്തു കൊണ്ടുപോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ബില്ല് ചെയ്യാൻ നേരത്ത് ബില്ല് ചെയ്യുന്ന കുട്ടി എൻ്റെ അടുത്ത്, സാർ ഇത് ഇത്ര വിലയാണ് ഇട്ടോ എന്ന്. ഞാനത് എൻ്റെ രൂപം ഒന്ന് കണ്ടപ്പോൾ അവർക്കറിയാം ഞാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്, എന്തിനാ അത് എടുക്കുന്നത് എന്നുള്ള തോന്നലാണ്. ചിലപ്പോൾ എന്നെ എടുത്തു പോയിരുന്നു. അയ്യോ എന്ന് കേട്ട് വില കുറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു. പോയിട്ട് ഞാൻ ചെറിയ വില കുറഞ്ഞ ഒരു ക്യാബേജ് എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നു. ഒന്നത്. പിന്നെ ഉള്ളത് ഓർഗാനിക് മുട്ടകൾ, എഗ്ഗ്. ഓക്കെ, അവിടെ കുറച്ച് വില കൂടുതലാണ്. പക്ഷെ എൻ്റെ മകൾക്ക് ഞാനത് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു ഇവർ സംസാരിച്ചപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും കൺസേൺ ഫാമിലിയാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ ആ മുട്ട കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഞാൻ അതേ കൊടുക്കും. ഓക്കെ, പിന്നെ ഞാൻ ഈ ഓർഗാനിക് അവിടെ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 മാസം കൂടി അവിടെ ഉണ്ടായിരുന്നു, ഗൾഫിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഓർഗാനിക് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ. ദുബായിൽ കിട്ടുന്നത് പക്ക ഒറിജിനൽ സാധനങ്ങൾ തന്നെയായിരിക്കും, ഓർഗാനിക്കിന് പുറത്തുനിന്ന് വരുന്നതാണ്. അങ്ങനെ ആപ്പിളുകൾ എന്തുകൊണ്ട് പല രീതിയിൽ വരുന്നു, ആപ്പിളിൻ്റെ കോഡിങ് എങ്ങനെയാണ് എന്നുള്ളത് ആ 3 മാസം ഞാനതൊക്കെ പഠിച്ചു വന്നു. ശരിക്കും നമുക്ക് ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ്, റോ ടേസ്റ്റാണ് പലതിനും വരിക. ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല, പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഫുഡ് പ്രൊഡക്ട്സിലോട്ട് പോവാം എന്ന് കരുതി പിന്നെ ഇങ്ങോട്ട് പോന്നു. അതായത് കുറച്ച് ഐഡിയ ഒക്കെ മനസ്സിലിട്ട് ഒരു ബ്രാൻഡ് നെയിമൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നാട്ടിലോട്ട് വന്നിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് കോവിഡ് ടൈമിലാണ് വരുന്നത്. 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് നമ്മൾ വന്നു. അങ്ങനെ കോവിഡിന് ടൈം ആയപ്പോൾ എനിക്കും കിട്ടി. അങ്ങനെ ട്രോഫി കിട്ടി മുകളിലിരിക്കുമ്പോഴായിരുന്നു ഭയങ്കരമായിട്ട് ഒരു വേസ്റ്റ് സ്റ്റേജിൽ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മഞ്ഞൾ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ മഞ്ഞൾ ഇങ്ങനെ എടുത്ത് ശരിക്കും അങ്ങനെയൊന്നല്ല കഴിക്കേണ്ടത്, കുറെ വായിലോട്ട് ഇടും. കാരണം ആ ഒരു ബ്ലേഡ് വെച്ച ഫീലിംഗ് ആയിരുന്നു എനിക്കിവിടെ. അങ്ങനെയാണ് ഈ മഞ്ഞൾ എന്നുള്ളൊരു കാര്യം മനസ്സിലോട്ട് വന്നപ്പോൾ ഈ ഫുഡ് പ്രൊഡക്ട്സ് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് മഞ്ഞളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു തരാം? കോവിഡാണ്, ആൾക്കാർ ഇമ്മ്യൂണിറ്റിയുടെ പിറകെയാണ് പോകുന്നത്. അങ്ങനെയാണ് മഞ്ഞളിനെ പറ്റി ചിന്തിച്ച് നമ്മൾ ഇതിലോട്ട് വരുന്നത്.
സ്റ്റാർട്ടിങ് മഞ്ഞളായിരുന്നു. സ്റ്റാർട്ടിങ് മഞ്ഞളായിരുന്നു. മഞ്ഞൾ മാത്രമായിരുന്നു production. മഞ്ഞൾ മാത്രമായിരുന്നു. ഓക്കെ, മഞ്ഞള് നമ്മൾ പറയും മഞ്ഞൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നൊക്കെ പറയല്ലോ. അങ്ങനെ മഞ്ഞൾ ഇങ്ങനെ ആയിപ്പോയതാണ്. അഗെയിൻ താങ്ക്സ് ടു കോവിഡ്. അങ്ങനെ ഞാൻ മഞ്ഞൾ മഞ്ഞൾ മാറ്റി മറിച്ചത്. അപ്പൊ ഈ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിനു ശേഷം ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ആ ഒരു മാറ്റത്തെ കാണുന്നത്? ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി, ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതായത് ബിസിനസ്സേക്കാൾ ഉപരി റിലേഷൻസ്, നെറ്റ്വർക്കിംഗ്, ബിൽഡിംഗ് റിലേഷൻഷിപ്സ് ആണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുന്നതിനേക്കാളുപരി എനിക്ക് റിലേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ റിലേഷൻസ് ആണ് എൻ്റെ ബിസിനസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഞാനല്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ മഞ്ഞളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അന്ന് ഈ നാടൻ മഞ്ഞൾ ഇവിടെ എവിടെയും കിട്ടാനില്ല. ഇവിടെ പലരും കർഷകരൊക്കെ ശരിക്കും ഡിപ്രഷൻ മോഡിലായിരുന്നു ഇവിടെ. ഒന്നാമത് കോവിഡ് വന്നിട്ടുള്ള തകർച്ച, പിന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിരുന്നു. ഒന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ മഞ്ഞൾ നമ്മൾ അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരത്തോട് കുന്നൊക്കെ കയറിപ്പോയി അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു വീട്ടിൽ ഒരു ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ 2 വർഷത്തോളമായിട്ട് പുള്ളി അത് എടുത്തിട്ടില്ല. ചെന്ന് പുള്ളിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ഈ മഞ്ഞൾ ഫസ്റ്റ് തരുന്നത്. ഓക്കെ, അദ്ദേഹം ഇപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല. പക്ഷെ അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ സപ്ലയർ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. മാഞ്ഞാമ്പ്രയിലെ ഒരു കർഷകനാണ്. അങ്ങനെ അതെടുത്തു. അത് നമ്മൾ കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പം എൻ്റെ ഒപ്പമുള്ള പലരും ഇപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ഒരുപാട് പേരുണ്ട്. വീട്ടിൽ വന്നു പോകുന്നവരുണ്ട്, കർഷകരുണ്ട്. അപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നു ഇത് എങ്ങനെ പുഴുങ്ങണം. ഓക്കെ, നമ്മളിതോട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇത് പുഴുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു നെല്ലിൻ്റെ പുഴുക്കത്തിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞ് അവർ കറക്റ്റായിട്ട് അത് ആവി കയറ്റി പുഴുങ്ങി തന്ന് ഇത് പൊടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ മണം കേട്ടതിന് ചുറ്റുപാടും ഇത് കുറച്ചങ്ങോട്ട് പോയി. അത് തികഞ്ഞില്ല. അത് 100 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പെട്ടെന്ന് അങ്ങ് പോയി സാധനം. പിന്നെ ഞാനത് ലിമിറ്റഡ് പ്രൊഡക്ഷൻ ആക്കി. അപ്പോൾ ഇത് അറിഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മഞ്ഞളെടുത്ത്. പിന്നെ ആളുകൾ പലരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മഞ്ഞൾ എനിക്കിനി കിട്ടി തുടങ്ങി. നാട്ടിലിങ്ങനെ എല്ലാവർക്കും പറയാൻ തുടങ്ങി ടീച്ചറെ മോൻ മഞ്ഞൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഞാൻ എടുത്തു. ഇഞ്ചി ഞങ്ങൾ പൊടിച്ചു. ഇപ്പോഴുള്ള പ്രൊഡക്ഷന് വേണ്ട മഞ്ഞളൊക്കെ ഈ ഒരു ഏരിയ കർഷകരെ ഇങ്ങനെ എടുത്തു തുടങ്ങി. കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൃഷിഭവൻ എന്നെ വിളിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോയിക്കൂടാ, കർഷകരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്ര മഞ്ഞൾ ഇട്ടാലും ഞാനത് എടുക്കാൻ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോൾ ബ്രാൻഡിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ആയി. നമ്മൾ ചെറിയൊരു ലേബലൊക്കെ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല കുർക്കുമിൻ കണ്ടന്റ് ഉണ്ട്. ആൾമോസ്റ്റ് 6 ഉണ്ട്. അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ അവർ ടെസ്റ്റ് റിസൾട്ട് കണ്ടപ്പോൾ അവർ അന്തിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ണിന് ഇത്രയും നല്ലൊരു ക്വാളിറ്റി കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ജിയോ ടാഗ് എടുത്തുകൂടെ എന്ന് അവർ ചോദിച്ചു. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് ബിജു സാർ എന്ന് പറയും, ബിജു ബാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷി ഓഫീസറുണ്ട്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഡ്വൈസിൽ എനിക്ക് കേരള അഗ്രോ സർട്ടിഫിക്കേഷൻ കിട്ടി. അങ്ങനെ ഇവിടെ ഒരു ചിങ്ങം 1 അവർ ഇങ്ങനെ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവാസി വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന എനിക്ക് എന്നെ ഒരു ഉപഹാരമൊക്കെ നൽകിയിട്ട് അവർ ചിങ്ങം 1 അവരെന്നെ ഒരു ഉപഹാരമൊക്കെ എനിക്ക് നൽകി പഞ്ചായത്തിൽ നിന്ന്. അന്ന് പഞ്ചായത്തിൽ നിന്ന് ഒത്തിരി കർഷകരെ മുന്നിൽ കണ്ടപ്പോൾ സ്റ്റേജിൽ നിന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൂടെ, നമ്മുടെ പ്രൊഡക്ഷൻ നമുക്ക് തന്നെ പരസ്പരം വാങ്ങാം, പരസ്പരം വിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന രീതിയിൽ പോകാം. മാർക്കറ്റിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രസംഗത്തിന് ശേഷം കർഷകരെല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ഉണർവ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. അതിന് ആദ്യത്തെ സെക്രട്ടറി ഞാനായിരുന്നു. ഇവരെ എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ ഏകോപിക്കാൻ കുറച്ച് പാടുപെട്ടിരുന്നു, അതോ വളരെ എളുപ്പമായിട്ട് ഇവിടുത്തെ ആൾക്കാരെ? ഇല്ല, പാടുപെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം എക്സ്പോഷറിന്റെ ഒരു പ്രശ്നം ചില ഫാർമേഴ്സിന് ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മൂവ്മെന്റ് ആണോ, കാരണം കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നത്. പിന്നെ എന്തായാലും അതിൽ രാഷ്ട്രീയക്കാരുണ്ടാവും, പക്ഷെ രാഷ്ട്രീയമൊന്നും അതിലുണ്ടായിരുന്നില്ല. അങ്ങനത്തെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് അവിടെ രക്തശാലി അരി ഉണ്ടാക്കിയൊരു കർഷകൻ പെട്ടുപോയി കിടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല മാർക്കറ്റിങ്. അപ്പോൾ നമ്മൾ പറയുന്നതിൽ ഒക്കെ ആൾക്കാർക്ക് ഒരു വിശ്വാസം വന്നു തുടങ്ങി. കാരണം എനിക്ക് മഞ്ഞൾ കിട്ടിയത് ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓപ്പണായിട്ട് പറയുകയാണ് എനിക്ക് ഇത്ര മഞ്ഞൾ എടുക്കാൻ പറ്റും, ഇത്ര ഇഞ്ചി എനിക്ക് എടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ചെറിയ ആഴ്ച ചന്തകൾ സംഘടിപ്പിച്ചു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോവായിരുന്നു ഈ കർഷകരായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം. പക്ഷെ ഇപ്പം അത് ഒരു സ്ലോ പേസിലാക്കാൻ എനിക്ക് പിന്നെ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു സ്ഥാനം ഏറ്റെടുത്ത് പോകാൻ പറ്റാത്ത തിരക്കിലോട്ട് ഞാൻ വന്നപ്പോൾ പിന്നെ ബാക്കി
ഇവർ ഏറ്റെടുത്തു. ഇപ്പോഴും പ്രസ്ഥാനം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ചന്തകൾ ഇപ്പോൾ മഴ കാരണമൊക്കെ നമുക്ക് ശരിക്കും നടത്താൻ പറ്റുന്നില്ല. കർഷകരുടെ നമ്മുടെ നാട്ടിലെ പ്രൊഡക്ട്സ് മാത്രം നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ അവിടെ ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് കൊണ്ടുപോയി വെച്ചിരുന്നില്ല. കാരണം അവർ പ്രൊഡക്ട്സ് അവർ വെക്കട്ടെ എന്ന് കരുതി. അവിടെയും ആളുകൾ നമ്മുടെ അതേ പൊടികളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ പറ്റി പാക്കിങ് എങ്ങനെയാണ്, എങ്ങനെ ചെയ്യണം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ്. കാരണം ബിജു സാർ എന്നെ ഒത്തിരി ട്രെയിനിങ്സിന് വിട്ടിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യും. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർഷകർക്ക് ഒന്നും കൂടി വിശ്വാസമായി. അങ്ങനെ അവർ നമ്മളുടെ ഒരു സർക്കിളിലോട്ട് വന്നു തുടങ്ങി. പിന്നെ അടുത്ത പഞ്ചായത്തിൽ നിന്ന്, ജില്ലയിൽ നിന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സാധനങ്ങൾ എടുത്ത് വന്ന് അങ്ങനെയാണ് നമ്മൾ ഇഞ്ചിയും മഞ്ഞളും നന്നായിട്ട് അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കറിയാം കുറേയധികം ബ്രാൻഡുകൾ നമുക്ക് ഈ സ്പൈസസിൽ കിട്ടും. അപ്പം ഇങ്ങനെ ഇത്രയധികം ബ്രാൻഡുകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് വരാനുണ്ടായിരുന്ന അതിലേക്ക് ഇങ്ങനൊരു ഉൽപ്പന്നം കൊണ്ടുവരുമ്പോൾ എങ്ങനെ വേണം, ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു മനസ്സിൽ. മത്സരത്തിനില്ലാന്ന് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. നമ്മൾ ആരുമായിട്ട് മത്സരിക്കാനില്ല. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് മനോജിന് പറയാം മനോജിൻ്റെ ബ്രാൻഡാണ്, എൻ്റെ കൂട്ടുകാരൻ ഉണ്ണിക്ക് പറയുന്നത് ഉണ്ണിയുടെ ബ്രാൻഡാണ്, ദീപകിൻ്റെ ബ്രാൻഡ്, അമലിൻ്റെ ബ്രാൻഡ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ബ്രാൻഡ്. അത് ആ വഴിക്ക് പോകുന്നു. ഞങ്ങൾ ആരുമായിട്ടും മത്സരിക്കാനുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതാണ്. മറ്റുള്ളവർ എന്ത് ചേർക്കുന്നു, അവരെങ്ങനെ ബിസിനസ് ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ അന്വേഷിക്കാനും പോയിട്ടില്ല. നമ്മൾ അവരുടെ പ്രൊഡക്ട്സ് വാങ്ങി ടേസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ നമ്മൾ പോയിട്ടില്ല. സാമ്പാർ പൊടിയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് നമ്മളിരിക്കുമ്പോഴാണ് ഉണ്ണിയുടെ അമ്മ ആണ് നമുക്ക് സാമ്പാറിൻ്റെ കൂട്ട് പറഞ്ഞു തരുന്നത്. അതൊരു വമ്പൻ ഹിറ്റായി സാമ്പാർ പൊടി. ഇപ്പോഴും നമ്മളുടെ ഏറ്റവും ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് സാമ്പാർ പൊടി എന്ന് പറയുന്നത്. ഒരു വേറൊരു ടേസ്റ്റാണ് അതിന്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലോബൽ ടേസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്ത ഒരു ടേസ്റ്റാണ്. കാരണം നമുക്ക് പാലക്കാട് ജില്ലയിലത്തെ സാമ്പാറല്ല കോട്ടയത്ത് ചെല്ലുമ്പോൾ, കോട്ടയം ജില്ലയിലെ സാമ്പാറല്ല തിരുവനന്തപുരത്തോട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അതേമാതിരി നമ്മൾ മലബാറിലോട്ട് അങ്ങ് പോകുമ്പോൾ വ്യത്യാസമാണ്. പക്ഷെ ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. യു ഡോണ്ട് ബിലീവ്, മേ ബി എനിക്ക് തോന്നിയൊരു 3 കിലോ 5 കിലോ ഒക്കെ സാമ്പാർ ഗൾഫിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മൾ എല്ലാ പൊടിയും കിട്ടും. അപ്പൊ നമ്മൾ ആരുമായിട്ട് മത്സരത്തിനില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ വെക്കുന്നില്ല, കടകളിൽ ഇത് കൊടുക്കില്ല എന്നൊരു തീരുമാനം നമ്മൾ ആദ്യം തന്നെ എടുത്തിരുന്നു. ഡയറക്റ്റ് ടു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. പ്രീമിയം ലെവലിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ പ്രീമിയം ലെവലിൽ പോകുമ്പോൾ പ്രൈസ്, ഈ പ്രീമിയം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പ്രൈസ് കൂടണം എന്നൊരു ചിന്താഗതിയുണ്ട്. അത് ശരിയല്ലാതെ, കാരണം ഞാൻ ഒരു അമിത ലാഭം എടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് എനിക്ക് അഫോർഡബിൾ ആയ രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ബ്രാൻഡ്. കാരണം നമ്മൾക്ക് അമിത ലാഭം നമ്മൾ എന്നെടുക്കാൻ നമ്മൾ നോക്കുന്നോ അപ്പം നമുക്ക് കസ്റ്റമേഴ്സ് കുറയും. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ അതിന് റെഡിയല്ല. കാരണം ഞങ്ങൾ ഉപയോഗിക്കുന്ന മുളക് മാർക്കറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, മല്ലി മാർക്കറ്റ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കർഷകരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ നമ്മൾ കർഷകരിൽ നിന്ന് വാങ്ങിയ സ്റ്റോക്ക് റോ മെറ്റീരിയൽ കഴിഞ്ഞു, സീസൺ അല്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കില്ല. നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാ നമ്മുടെ സൈറ്റിൽ കൊടുക്കുള്ളൂ. അത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ അത് വേറൊരു പ്രൊഡക്റ്റ് ഇറക്കി ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറില്ല. ക്വാളിറ്റിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. എവിടുന്നാണ് ഈ ക്വാളിറ്റി പ്രോഡക്ട്സ്? ഇപ്പോൾ മുളക് പൊടിക്കാണെങ്കിൽ മുളക്, അതുപോലെ തന്നെ മറ്റ് ഈ പൊടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എവിടുന്നാണ് നമ്മൾ എടുക്കുന്നത്? കർണാടകയിൽ നിന്ന് എടുക്കുന്നത് മെയിനായിട്ട്. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഏതൊരു ബിസിനസ്സിന് ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിലെ കുറ്റം പറയും, കേരളത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കേരളത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മൈൻഡ് സെറ്റാണ് മെയിനായിട്ടുള്ളത്. അല്ലാതെ ഗവൺമെന്റിനെ കുറ്റം പറയുക, അതേമാതിരി തന്നെ ഞാൻ രാഷ്ട്രീയം പറയാല്ല കേട്ടോ. ഏത് ഗവൺമെന്റിനാണ് നമ്മൾ സർക്കാർ, കേരളത്തിലൊന്നും നടക്കില്ല, കേരളത്തിൽ ജനങ്ങൾ ശരിയല്ല, യൂണിയൻ ഉണ്ട്, അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഓക്കെ, ഇവിടെയും നമുക്ക് യൂണിയൻകാരൊക്കെ ഉണ്ട്. നമുക്ക് ആരുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് പ്രൊഡക്ട്സിന്റെ കാലത്തോട്ട് വരുമ്പോൾ റോ മെറ്റീരിയൽ നമുക്ക് എടുക്കുമ്പോൾ നല്ല റോ മെറ്റീരിയൽ, ഇപ്പോൾ ഈ ഒരു എ എന്നൊരു ബിസിനസ്സുകാരൻ നല്ല റോ മെറ്റീരിയൽ എടുക്കുമ്പോൾ ബി എന്നുള്ള ബിസിനസ്സുകാരൻ ചിലപ്പോൾ അതേ റോ മെറ്റീരിയൽ അവൻ എടുക്കുമ്പോൾ എ ഉള്ളവൻ വിചാരിക്കും അവൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നു, അവന് പറഞ്ഞു കൊടുക്കില്ല എന്ന് കരുതുന്ന ചില ബിസിനസ്സുകാരുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ലാത്ത ബിസിനസ്സുകാർ ഇവിടെയുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് അത്തരം ബിസിനസ്സുകാരുമായിട്ടും അങ്ങനെ സപ്ലൈ ചെയ്യുന്നവരെ എനിക്ക് കൂട്ടുകൂടാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് തന്നെയാണ്. അപ്പോൾ അവർ നമുക്ക് ഏത് സമയത്തും സപ്ലൈ ചെയ്ത് തരാനും
ക്വാളിറ്റി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. പലപ്പോഴും നമുക്കൊരു ക്രെഡിറ്റിൽ വരെ നമുക്ക് അവർ സപ്ലൈ ചെയ്ത് തരാറുണ്ട്. കാരണം നല്ല സാധനമാണ് മനോജ് ചേട്ടാ, നിങ്ങളിത് കൊണ്ടുപോയിക്കോളും, നമുക്ക് ഫണ്ട് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന അത്തരം സപ്ലൈയേഴ്സാണ് എനിക്ക് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. എടപ്പാളാണ് അവർ മെയിൻ സപ്ലൈയേഴ്സ് ഉള്ളത്. അവർ നമുക്ക് വേണ്ടിയിട്ട് സാധനം ഇറക്കി തരും, നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട്. നിലവിലെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് സ്പൈസസിൽ? നമുക്ക് ഫുഡ് പ്രൊഡക്ട്സിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ മുളക് പൊടി. മുളക് പൊടിയിൽ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയുണ്ട്, നോർമൽ മുളക് പൊടിയുണ്ട്. നമ്മൾ ഈ മുളകുകളെ തമ്മിൽ മിക്സ് ചെയ്തിട്ട് കളറ് കൂട്ടി എരിവ് കൂട്ടിയുന്ന പരിപാടി അതില്ല. നമുക്ക് ഒറ്റ മുളകെ നമ്മൾ പൊടിക്കുള്ളൂ. അത് എനിക്ക് ഞാൻ പറയുന്ന ക്വാളിറ്റിയിൽ അവരെനിക്ക് സപ്ലൈ ചെയ്ത് തരും. കാശ്മീരി അതുപോലെ തന്നെ നമ്മൾ ഒരൊറ്റ കാശ്മീരിയെ നമ്മൾ ഉപയോഗിക്കുള്ളൂ, ആ ഒരു കാശ്മീരി മുളക്. പിന്നെ ഉള്ളത് മല്ലി നമ്മൾ പ്രീമിയം മല്ലിയാണ് നമ്മൾ എടുക്കുന്നത്. സീഡ്സ് അതിന് നമുക്ക് അവർ സപ്ലൈ ചെയ്ത് തരും. പിന്നെ ഉള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വരുന്നത് നാടൻ മഞ്ഞപ്പൊടിയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് അമ്പലങ്ങളിലേക്കൊക്കെ ഉള്ള മഞ്ഞൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നിച്ച് നമ്മൾ ബൾക്കായിട്ട് അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുക. കളം വരയ്ക്കാനൊക്കെ ഉള്ള രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസി, തരിയുടെ കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കളം വരയ്ക്കാനായിട്ട് മാത്രമുള്ള മഞ്ഞൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അമ്പലങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ്ഡ് മസാലകളായിട്ട് വരുമ്പോൾ ചിക്കൻ മസാല, മീറ്റ് എല്ലാം വെജാണ് കേട്ടോ. ചിക്കൻ മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് ഗരം മസാല. ഗരം മസാലയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ അതുപോലെ ഈ ഒരു റോ മെറ്റീരിയൽസ് മുഴുവൻ വരുന്നത് ഇടുക്കിന്നാണ്. അതും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാണ്, നമുക്ക് നല്ലത് മാത്രം ചെയ്യണം എന്നുദ്ദേശിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ, നമ്മളെ ഓരോ നിമിഷത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ പൈസ കൊടുക്കുമ്പോഴും നമ്മൾ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ പൈസ കൊടുക്കുകയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ തേടിയ ആൾക്കാർ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടും. അങ്ങനെയാണ് ഞാൻ ഈ റോ മെറ്റീരിയൽസ് ഇടുക്കിയിലൊക്കെ ഞാൻ എത്തിപ്പെടുന്നത്. ഇപ്പോൾ പോൾബായ് ചിന്നക്കനാലിലെ പോളേട്ടൻ എന്ന് പറഞ്ഞൊരു കർഷകനുണ്ട്. അതേമാതിരി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോമി സാറ് കോട്ടയം. എനിക്ക് എന്ത് സാധനം ഞാൻ വിളിച്ചു വന്ന് പറഞ്ഞാലും ഞങ്ങൾക്കുള്ള കായെല്ലാം വരുന്നത് മധുരയിൽ നിന്നാണ് വരുന്നത്, സ്പെഷ്യൽ കായം വരുന്നത് ഒക്കെ അദ്ദേഹം എനിക്ക് ഇറക്കി തരും. ഓർഡർ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഗരം മസാല എന്ന് പറയുന്നത് മുഴുവൻ ഓതൻറ്റിക് ആയിട്ടുള്ള മസാലകളാണ്, റോ മെറ്റീരിയൽസ് ആണ്. പട്ടയെല്ലാം നമ്മൾ മരത്തിൽ നിന്ന് വെട്ടിയെടുത്ത് ചീന്തിയെടുത്ത് നമ്മുടെ നാടൻ പട്ടകളാണ് വരുന്നത്. അപ്പോൾ ഗരം മസാല ഉണ്ട് നമുക്ക്. പിന്നെ കുരുമുളക് നാടൻ കുരുമുളകാണ്. പിന്നെ വഞ്ചി ഓയിൽ കുരുമുളക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. വഞ്ചി ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിപ്പെരിയാർ കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകുന്ന സ്ഥലമാണ്, ആദിവാസി മേഖലയാണ്. അവിടുത്തെ കുരുമുളക് ഭയങ്കര ഫേമസ്. ജിയോട്ടാഗ് കിട്ടിയ കുരുമുളകാണ് വഞ്ചി ഓയിൽ കുരുമുളക്. ഓർഗാനിക്കാണ്. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡറുകൾക്ക് മാത്രമേ നമ്മളത് കൊടുക്കുള്ളൂ. പിന്നെ രസം. ഈ രസം പൊടി നമ്മളൊരു 6 മാസത്തോളം നമ്മൾ ചെയ്തിരുന്നില്ല, ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലി കൂട്ടുകൾ കറക്റ്റ് നമുക്ക് ആ ഒരു റോ മെറ്റീരിയൽ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന അരിപ്പൊടി ഒക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് നന്നായിട്ട് പോകുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ പുട്ടുപൊടി, നാടൻ പുട്ടുപൊടി മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഈ ന്യൂ ജനറേഷൻ സ്റ്റീംഡ് പുട്ടുപൊടി, സോഫ്റ്റ് പുട്ടുപൊടിക്ക് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു നാടൻ കുറച്ചൊരു വല്ലാതെ കട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിങ്ങനെ കടിച്ച് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റും, വെറുതെ കഴിക്കാൻ പറ്റും. ബേസിക്കലി ഞാൻ ഫുഡിയാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാടൻ പുട്ടാണ് ഉപയോഗിക്കുന്നത്. പുട്ട് കുറച്ച് കട്ടിയിലിരുന്ന് പപ്പടം വെച്ച് നമ്മൾ അടിക്കണം. നമ്മൾ അടിച്ചിട്ട് അതിങ്ങോട്ട് പൊടിക്കണം. ആ പപ്പടം പൊടിഞ്ഞിട്ട് ആണ് പുട്ട് പൊടിയാൻ പാടുന്നത്. ഓക്കെ. അതാണ്. മറ്റു തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോയാൽ പുട്ട് പോയില്ലേ, പുട്ടവിടെ കാണണം നമുക്ക്. ഓക്കെ. അതാണ് നമ്മുടെ ഇത്. അപ്പോൾ പുട്ടുപൊടി ഉണ്ട് നമുക്ക്. പിന്നെ ചട്ടിണിപ്പൊടി. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളിപ്പോൾ മില്ലറ്റ് മിക്സുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പുതിയതായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ വേറെയും നമ്മൾ ഇറക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ബ്രാൻഡായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ലോക്കലായിട്ട് നമ്മൾ മില്ലിൽ നിന്ന് ആട്ടിയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ലോക്കൽ പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ബൾക്കായിട്ട് ആൾക്കാർ വാങ്ങും. ബ്രാൻഡായിട്ട് ചെയ്യുന്നില്ല. അല്ല, ബ്രാൻഡായിട്ട് ചെയ്യുന്ന സ്പൈസിലല്ല ചെയ്യുന്നത്, അത് മില്ലിൽ നിന്ന് ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഉള്ളത്. കാരണം നമ്മൾ കൊപ്ര എടുത്ത് നമ്മൾ ചെയ്യില്ല. കാരണം കൊപ്രയുടെ ക്വാളിറ്റി മറ്റുള്ളവർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ആ റോ മെറ്റീരിയൽ നമ്മുടെ തേങ്ങകളിൽ നിന്ന് മാത്രമേ അത് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്കൊന്ന് വിപുലീകരിച്ച്
ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ഇത് പ്രൊഡക്ട്സ് പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയുണ്ട്. ഓക്കെ, ഗോതമ്പ് പൊടി തന്നെ ഇപ്പോൾ സാമ്പ ഗോതമ്പ് പൊടി ഗോതമ്പുണ്ട്. അത് ഇപ്പോൾ അത് കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്, കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, അത് ടേസ്റ്റ് കൂടുതലാണ്. ഓക്കെ, അത് ഇപ്പോൾ ഇറക്കാനുള്ള അത് മാത്രമായിട്ടുള്ള ഒരു ഗോതമ്പ് പൊടി, അങ്ങനെ സാമ്പാർ ഗോതമ്പ് പൊടി ആയിട്ട് നമുക്ക് ഇറക്കാനുള്ള ഒരു അതും പ്ലാനിലാണ്, ഇപ്പോൾ പൈപ്പ് ലൈനിലാണ് ആ ഒരു പ്രൊജക്റ്റ് ഉള്ളത്.